അപ്പോൾ ഡ്രൈവർ ഈ വളവാണ്, അവനെ അറിഞ്ഞുകൂടായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം റോഡ് ശരിയല്ല, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. റോഡ് ശരിയല്ല, മുമ്പേ ഉണ്ട്. പിന്നെ റോഡ് അപ്പം കൊണ്ട് നോക്കിയാൽ കണ്ടില്ലേ, റോഡ് കണ്ട് പകുതി മുറിച്ചിട്ടില്ല. ഞാനിവിടെ ഡ്രൈവറാണ്. ആ, റോഡ് ശരിയല്ല. നമ്മൾ ഈ നെടുമങ്ങാടുന്ന് ഈ വെമ്പായം പോകുന്ന സ്ഥലം വരെയും നമ്മൾ ഈ ഒരു റോഡിൽ സൈൻ ബോർഡുകളൊന്നുമില്ല. അതുപോലെ റോഡിന്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് ഏകദേശം 1 വർഷം അടുപ്പിച്ചെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡ്. അത് തന്നെ അടുത്ത അപ്പുറമാണെന്ന് വെച്ചാൽ അപ്പുറത്താണ്, അവിടെ ഒരു സൈഡില്ല. വൺ സൈഡ് പോയി വണ്ടി വളവാണ്, ആ വളവിൽ താറില്ല. പിന്നെ കുഴിയാണ്, നോക്കിയാൽ കാണാം. അത് നമ്മൾ സ്ഥിരം ഓടാത്തൊരു ഡ്രൈവറാണ് ഇതുവഴി വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു അപകടം നടക്കും. കാരണം ഒറ്റ സൈൻ ബോർഡ് പോലും ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റിലെ വെട്ടം കൊണ്ടൊന്നും ആവത്തില്ല. വളവൊന്നും ഒന്നും കാണാൻ പറ്റൂല. നിങ്ങൾ തന്നെ ഇതെല്ലാം കറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും. ഏകദേശം വെഞ്ഞാറമൂട് പോകുന്നവരെ ഉറ്റ സൈൻ ബോർഡില്ല റോട്ടിൽ. മെയിനായിട്ട് അപകടം ഉണ്ടാകുന്ന കാര്യം ഡ്രൈവർ സൈൻ ബോർഡ് ശ്രദ്ധിച്ച് കാണത്തില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു എങ്കിലും എനിക്ക് കണ്ടപ്പോൾ, ഞാനൊരു ഡ്രൈവറാണ്, എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് മെയിനായിട്ട് സൈൻ ബോർഡുകളൊന്നും തന്നെ ഈ റോഡിലില്ല. അതുപോലെ തന്നെ ഈ റോഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അവിടെ പൊങ്ങിയെന്നും ഒക്കെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു ചവിട്ടാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിക്കാണില്ല ഡ്രൈവർക്ക്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ഒരു 100 മീറ്റർ പോകണ്ട, അപ്പുറത്ത് പോയി നോക്കിയാൽ കാണാം, അവിടെ ടാറില്ല. നമ്മൾ സ്ഥിരമുള്ള ഡ്രൈവർക്ക് അറിയാം, പക്ഷെ വേറെ അറിഞ്ഞൂടാ. ഇപ്പോൾ അപകട സ്ഥലത്തു നിന്നും നാട്ടുകാർ പ്രതികരിക്കുകയായിരുന്നു നമ്മളോട്. അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ റോഡ് നിർമ്മാണത്തിലുണ്ടായ റോഡിന്റെ അപാകത മൂലമായിരിക്കും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി മീര, അതാണ് മൂന്നാറിലേക്ക് പോയ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. 60 വയസ്സുകാരി ദാസിനിക്ക് ഒരാളുടെ തലയ്ക്ക് സാരമായ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരടക്കം 38ഓളം ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്, 10ഓളം ആളുകൾ SAT ആശുപത്രിയിലുണ്ട്.